നമുക്ക് ഇവിടെ മാത്രം കൂടിയാൽ മതിയോ? മറ്റൊരു ലോകത്തേക്ക് നമുക്ക് പോവണ്ടേ? ബർസഖ് വരാനുണ്ട്, ആലമുൽ ആഖിറ വരാനുണ്ട്. ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞത് മൂന്നാമത്തെ ലോകമാണ്. ആലമുൽ അർവാഹ്, ആലമുൽ അർഹാം, ആലമുദ്ദുനിയ, ആ മൂന്നാമത്തെ ലോകത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഇനി ഖബർ ജീവിതമുണ്ട്, മഹ്ശറയുണ്ട്. ആ മഹ്ശറയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തോടു കൂടെയാണ് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങാൻ സാധ്യമാകുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില നല്ല വഴിക്ക് നമ്മൾ നടക്കേണ്ടതുണ്ട്. ഒരൊറ്റ ഹദീസ് പറയാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാൻ പറയുകയാണ്, ഖീല യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് വിജയം വരിക്കുന്നവർ ആരാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകൾ മൻ ഒരുത്തനാണ്. ഖാല അവൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. എങ്ങനെ? ഖാലിസം മിൻ ഖൽബിഹി ഔ നഫ്സിഹി, നിഷ്കളങ്കമായ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആര് പറഞ്ഞുവോ അവനാണ് എന്റെ ശഫാഅത്ത് കൊണ്ട് നാളെ വിജയിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ